നമസ്കാരം, ഞാൻ വിനീഷ് റോഡി. കയ്യിൽ 50,000 രൂപയും ചെയ്യാൻ ഒരു മനസ്സും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആട് വളർത്തൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആട് വളർത്തൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാം, അതിൽ നിന്ന് എന്തോരം നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും, വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആട് വളർത്തൽ എന്ന് പറയുന്നത് വലിയ എഡ്യൂക്കേഷൻ ഉള്ളവർക്കാണെങ്കിലും എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭയങ്കര സാധ്യതയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം ഇതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എവിടെ നിന്നൊക്കെ നമുക്ക് ഈ 50,000 ആണെങ്കിൽ പോലും നമുക്ക് സമാഹരിക്കാൻ പറ്റും, അതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇറച്ചി വിപണിയിൽ എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഇറച്ചിയാണ് ഒരു സംഭവമാണ് ആട് എന്ന് പറയുന്നത്. കുറഞ്ഞ സ്ഥലത്ത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും, വേഗത്തിലുള്ള വരുമാനം. ചാണകമൂത്രവും വളമായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കുന്ന സമയത്ത് അതിനിടയിലാണ് ഒരു ചാക്കിലായിട്ട് ഒരു 50 kg പൊടിയാക്കിയിട്ട് 50 kg ആക്കിയിട്ട് ഒക്കെ കൊടുക്കുകയാണ്, 25 kg ഒക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണ്. നല്ല റേറ്റ് അങ്ങനെയും കിട്ടും. അപ്പോൾ എല്ലാ രീതിയിലും വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നൊരു മെത്തേഡാണ്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്, അതായത് വലിയ സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവില്ല. പോൾട്രി ഫാംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്മെല്ലാണ്, പക്ഷേ ഇത് അത്ര മാത്രം സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതൊന്ന് പ്രോപ്പറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ നമുക്ക് മതിയാവും. ഇനി നെക്സ്റ്റ് കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള ഇനങ്ങളെ, ആട്ടിനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് മലബാറി ആട്, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രസവത്തിൽ 2 മുതൽ 3 കുട്ടികളൊക്കെ ലഭിക്കുന്ന ഒരു ആട്ടിന്റെ ഇനമാണ് മലബാറി എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇനമാണ് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള, പരിപാലന ചെലവ് വളരെ കുറഞ്ഞ ഒരു ആട്ടിനമാണ് അട്ടപ്പാടി ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ഒരാൾ. അത് ഭയങ്കര സംഭവമാണ്. മലബാറിനേക്കാളും ഭയങ്കര സംഭവമാണ് അട്ടപ്പാടി ബ്ലാക്ക്. പിടിച്ചു നിൽക്കും, രോഗപ്രതിരോധ ശേഷി ഭയങ്കരമാണ്. അടുത്താണ് ബ്രോയർ ക്രോസ് എന്ന് പറയുന്നത്. ഇറച്ചി ആവശ്യത്തിന് മികച്ചതാണ്, പെട്ടെന്ന് തൂക്കം വെക്കുന്ന ഇനമാണ്, മികച്ച വിപണി മൂല്യം ഉറപ്പാക്കുന്ന ഒരു സംഭവമാണ് ബോയർ ക്രോസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, മലബാറി, അട്ടപ്പാടി ബ്ലാക്ക്, ബോയർ ക്രോസ് എല്ലാം അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ 3 ഇനമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഇനം. ഇനി ഷെഡ് പരിചരണം. സാധാരണ ആട്ടിന്റെ കൂടുകളൊക്കെ നിങ്ങൾ കാണാം, കുറെ മരത്തടികളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റൈസ്ഡ് ഫ്ലോർ, അതായത് തറ നിരപ്പിൽ നിന്നും 3-4 അടി ഉയരത്തിൽ നമ്മൾ നിർമ്മിക്കണം. പച്ചിലകള്, തവിട്, സമീകൃത തീറ്റ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം. കൃത്യസമയത്തുള്ള വാക്സിനേഷൻ ആടിന് ഇമ്പോർട്ടൻ്റ് ആണ്. വായു സഞ്ചാരമുള്ള കൂടായിരിക്കണം. ഇങ്ങനെ കംപ്ലീറ്റ് അടച്ചു വെക്കുന്ന ഒരു ടൈപ്പ് കൂടല്ല, കംപ്ലീറ്റ് ഓപ്പൺ കൂട് പോലെ വായു സഞ്ചാരമുള്ള ഒരു കൂടായിരിക്കണം. നെറ്റ് പോലെയുള്ള സംഭവങ്ങൾ കിട്ടണം, തടികളെ കൊണ്ട്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മുതൽ മുടക്കും വരുമാനത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. 50K പ്ലാനാണ്, 50,000 പ്ലാനാണ്. ചെലവ് ആടുകൾ ഒരു 5 എണ്ണം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 30,000 രൂപയ്ക്ക് ഒരു 5 ആടിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഷെഡ് നിർമ്മാണത്തിന് ഒരു 15,000 രൂപ നമുക്ക് ചിലവ്. നമ്മൾ വൈഡ് റേഞ്ച് അല്ല ചെയ്യും, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ചെറിയ ഒരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു 5 ആടിനെ മേടിക്കുക, കുഞ്ഞാടുകളെ. അതേപോലെ തന്നെ ഷെഡുകൾക്ക് ഒരു 15,000, പിന്നെ തീറ്റ മരുന്ന് കാര്യങ്ങൾക്ക് ഒരു 5,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് 50,000 രൂപ നമുക്ക് ചിലവാകും. ഇനി വരുമാനത്തിനെ കുറിച്ച്, റവന്യൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ വിൽപ്പന, ആട്ടിന്റെ കുട്ടികളാകുമ്പോൾ അതിനെ നമുക്ക് വിൽക്കാൻ പറ്റും. ആട്ടിന്റെ പാല്, ഇറച്ചി കാര്യങ്ങളൊക്കെ ആടിനെ വിൽക്കുന്നുണ്ട്, ഇറച്ചിയായിട്ട് വിൽക്കാം, അല്ലെങ്കിൽ പാല് കൊടുക്കാം. പിന്നെ ആട്ടിന്റെ ചാണകം, വളമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഈ വകുപ്പിൽ നമുക്ക് 8,000 മുതൽ 12,000 രൂപ വരെ നമുക്ക് ഈ 50,000 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, ആട്ടിന് ഒരാടിന്, മലബാറി ആടാണ്, 2 കുട്ടികളുണ്ട് വിചാരിക്കാം, 5 ആടായി. 5 ആടാകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു 5 ആടന്നെ നമുക്ക് വീണ്ടും ആടിന്റെ കുട്ടികളെ കിട്ടാണ്, 5 ആടിനെ. അപ്പോൾ ആവറേജ് ആകുമ്പോൾ നമുക്ക് ഇതേ റേഞ്ചിൽ കൊടുക്കുകയാണെങ്കിൽ 30,000 റുപ്പീസൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കുട്ടികളായിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലുതാകുമ്പോഴല്ലേ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണ് ആടിന് നമ്മൾ സ്പെൻഡ് ചെയ്ത് അത്ര തന്നെ എമൗണ്ടിന് നമുക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റും. വലിയ ആടുകളായിട്ട് കൊടുക്കുന്നത് 50,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 8,000 മുതൽ 12,000 പറഞ്ഞുള്ളൂ, ബട്ട് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല തർക്കമൊന്നുമില്ല. ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഒരാളും ഒരിക്കലും പറയില്ല എന്നാൽ 50,000 ആടിന് 8,000 മുതൽ 12,000 വരെ കിട്ടുള്ളൂ അത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 5 ആടിന് എന്നൊരിക്കലും പറയില്ല. അതിന്റെ 5 ഇരട്ടി എന്തായാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 3-4 ഇരട്ടി എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. ആ ലെവലിൽ നിങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങളായി ഒരു 10 ആടിന്റെ പ്ലാൻ ആക്കുക, പിന്നെ ഒരു 20 ആടിന്റെ പ്ലാൻ ആക്കുക. അങ്ങനെ പതിയെ കൂട്ടിക്കൊണ്ടിട്ട് വലിയൊരു ആട് ഫാം ചെയ്യാം. എൻ്റെ ഒരു വലിയൊരു ഡ്രീം കൂടിയാണ്. ഒരു വലിയൊരു
ആട് ഫാം, ഒരു ഗോഡ് ഫാം ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചപ്പോൾ അതൊരു ചെറിയൊരു കോണ്ടന്റ് ആക്കിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യാം. ഇതൊന്നും പ്രത്യേകിച്ച് സ്കില്ല് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇതിനെ സ്കെയിലപ്പ് ചെയ്തിട്ട് വളരെ വേഗത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും നമ്മൾ എന്ത് കമ്പനി ആണെങ്കിലും, ഇപ്പോൾ ഒരു IT കമ്പനി ആണെങ്കിൽ ഞാൻ വളർത്തി കൊണ്ടുവരണമെങ്കിൽ എനിക്ക് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ വേണം, അല്ലാത്തവരെ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ അൺസ്കിൽഡ് ആയ ആൾക്കാരെ കൊണ്ടുവരും. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ആടാണ്, വലിയ പ്രശ്നമുള്ള സംഭവമല്ല, എനിക്ക് എന്താ വെള്ളം കൊടുക്കണം, സംഭവം കൊടുക്കണം. ഹൈടെക് കൂടാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല, വെള്ളമൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ വരും. അത് കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം അവിടെ ഇങ്ങനെ വന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തീറ്റ മാത്രമാണ് നമ്മളൊരു ലെയറിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യകത നമുക്ക് വരുന്നത്. പിന്നെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ, പിന്നെ ആടിനെ കുളിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പം നല്ലൊരു ഉഷാറാക്കിയിട്ട് എപ്പോഴും നിർത്തുക, പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് ലാൻഡൊക്കെ ഉള്ളവർക്ക് വൈഡ് റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ചെറിയ ലാൻഡ് ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആട് ഫാം. എല്ലാവരും ചെയ്യണം. എല്ലാവരും ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ പോലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ പറ്റും. ഒരു വരുമാനം ഇല്ലെങ്കിൽ 1-2 ആടിനെയൊക്കെ നിങ്ങൾക്ക് വളർത്താൻ നിങ്ങൾക്ക് പറ്റും. ആടിന്റെ പാലൊക്കെ മികച്ചതാണ്. ഓക്കെ, സോ സർക്കാരിന്റെ ഒരുപാട് സഹായമുണ്ട്. സർക്കാരിന്റെ സഹായം കേട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയും വലിയ സ്കീമുകളാണ് സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നബാർഡിന്റെ ലോൺ, ആട് വളർത്തലിൽ 25 മുതൽ 33% വരെ സബ്സിഡി നമുക്ക് ലഭിക്കുന്നുണ്ട്. മൃഗ സംരക്ഷണ വകുപ്പിന്റെ ഇൻഷുറൻസ് സുരക്ഷ ആടിനുണ്ട്. പരിശീലനം സർക്കാർ നടത്തുന്ന സൗജന്യ പരിശീലനമുണ്ട് ആട് വളർത്തലിൽ സർക്കാർ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സൗജന്യ മരുന്ന്, സർക്കാരിന്റെ മൃഗാശുപത്രികൾ വഴി സൗജന്യമായിട്ട് മരുന്ന് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും. നാഷണൽ ഡിജിറ്റൽ ലൈഫ് സ്റ്റോക്ക് മിഷന്റെ ഭാഗമായിട്ട് ഭാരത് പശുധൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം തന്നെ ഇതിനു വേണ്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ സംഭവമാണ്. അപ്പൊ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ആടുണ്ടെങ്കിൽ ഇത്ര സപ്പോർട്ട് എമൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതി കൂടി സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പദ്ധതിയുടെ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഇത് നല്ല ഒരു ഭയങ്കര മെന്റലി നമുക്ക് ഭയങ്കര ഫിറ്റ് ആവുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഭയങ്കര റിസ്കോ അങ്ങനെയുള്ളതിനെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇവരുമായിട്ട് നമ്മൾ ഇടപഴകി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ കുറേ നമ്മൾ ആ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. ഒരുപാട് സ്ട്രെയിൻ ചെയ്തൊക്കെ ജീവിക്കുന്ന അപ്പോൾ എന്നെ പോലെയുള്ള IT-യുമായി ബന്ധപ്പെട്ട് ഭയങ്കര സ്ട്രെയിനിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. മനസ്സിലായില്ലേ? മൃഗങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടും. വളരെ സന്തോഷം കിട്ടും. ഒരു എനർജിയാണ്, ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പൊ അത് കുറെ അനുഭവിച്ചറിഞ്ഞവർക്ക്, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ കുറെ ആടുകൾ ഉണ്ടായിരുന്നു. 10-20 ആടുകളൊക്കെ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലൊക്കെ. അപ്പൊ അതിന്റെ കുറെ കാലം അതിനെയൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസും അവിടെയൊക്കെ അതിന്റെ ഒന്നിച്ചെന്നുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ചെയ്ത് നോക്കുക. പൊതുവെ ആരും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു 100-200 അല്ലെങ്കിൽ ഒരു 1000 ബിസിനസ്സുകാരെടുത്താലും അതിൽ 1-2 ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ. ആർക്കും ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഉത്തരവാദിത്തമായിട്ട് എടുക്കണമല്ലോ. എല്ലാവർക്കും ഉത്തരവാദിത്തം ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ഒരു ബിസിനസ് മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഇതിനൊക്കെ കൃത്യമായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തുടങ്ങാം. ഇതിൻ്റെ പ്ലാനിങ് ആദ്യം ഉണ്ടാക്കുക. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പരിചരണവും ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം. ഒന്നും പറയാനില്ല. വീണ്ടും പറയുന്നു, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പരിചരണവും ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ആട് വളർത്തൽ. ഗവൺമെന്റ് ഇങ്ങനെ വാരിക്കൂട്ടി സബ്സിഡികളും സ്കീമുകളും സപ്പോർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. വേറെ ഒരു IT മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു സബ്സിഡി ഇല്ല, ഒരു സ്കീമും ഇല്ല, ഒരു പരിപാടിയില്ല. നേരെ മറിച്ച് ഒരു ആട് വളർത്തലാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് സബ്സിഡി ഉണ്ട്, സ്കീമുണ്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഇനി മൃഗ സംരക്ഷണ വകുപ്പിന്റെ വേറെ രീതിയിലുള്ള സംവിധാനങ്ങളുടെ എല്ലാ സാധനവും ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് തരും. അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയാണോ എല്ലാം ഉള്ളത് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുക. അവിടെ നമ്മൾ ബിസിനസ്സോ പരിപാടികളും ചെയ്യുക, നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചിന്താഗതി. അപ്പൊ ഈ ചിന്താഗതി ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ കാണുന്ന നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലതാണ്, ഈ ബിസിനസ് നല്ലൊരു മോഡലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇവിടുത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.